ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കപ്പയും കാച്ചിലും എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കിയാലോ. രണ്ടായിട്ട് വീഡിയോ ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ലെങ്ത് വളരെ കുറവായതുകൊണ്ട് ഒറ്റ വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം കപ്പ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് കാച്ചിൽ നടുന്നത് കാണിച്ചു തരാം. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പോച്ച കയറി കിടപ്പുണ്ട്. അതെല്ലാം നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം. ഇനി കപ്പ നമ്മുടെ വലിയ കമ്പുണ്ടല്ലോ, അത് നല്ല കമ്പ് നോക്കി ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കുഴിയെടുത്തിട്ട് മണ്ണ് നമ്മൾ കൂമ്പാരം പോലെ എടുത്ത് വെക്കണം. എന്നിട്ട് ആ കൂമ്പാരത്തിലേക്കാണ് നമ്മൾ ഈ നമ്മുടെ കമ്പുണ്ടല്ലോ ഇറക്കി ഇങ്ങനെ വെക്കേണ്ടത്. ഈ കമ്പ് മണ്ണിലേക്ക് കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി എന്നിട്ട് ഇതിൻ്റെ മുളയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കമ്പയിൽ അതിൻ്റെ ആ കിളിച്ച് ഇല വരത്തില്ല, ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ വളമെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കപ്പ നടുന്നത്. ഇനി കാച്ചിൽ നടുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നല്ല കാച്ചിലിൻ്റെ വിത്തെടുത്തിട്ട് ഇതേപോലെ കീറി മുറിച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ കുഴിയെടുത്തില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി ചേമ്പ് നടുന്നത് എങ്ങനെയാണെന്ന് ഇട്ടായിരുന്നു ഒരു വീഡിയോ. അതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ കാച്ചിലും നടുന്നത്. കുഴിയെടുക്കുക, എന്നിട്ട് അതിനകത്തിലേക്ക് മണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കാച്ചിലിറക്കി എടുത്ത് വെക്കുക, നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന പീസ്. എന്നിട്ട് വീണ്ടും മണ്ണിട്ട് അതിനകത്തിലൊന്ന് മൂടി വെക്കണം. എന്നിട്ട് നമ്മൾ ചാരവും ചാണകവും മിക്സാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചിരട്ടമുറിയില്ലേ, ആ ഒരു ചിരട്ടമുറിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ചിരട്ടമുറിയിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ചിരട്ട ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ ചാരവും വളവും ഇട്ടതിന് പുറത്ത് നമ്മൾ ഉണക്കക്കരിയില വാരി ഇട്ട് കൊടുക്കണം. ഉണക്കക്കരിയില ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ബാലൻസ് ഉള്ള മണ്ണും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ആ കരിയിലയുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം ഫുള്ളായിട്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അമക്കി പൊത്തി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കാച്ചിൽ നടുന്ന രീതിയും കഴിഞ്ഞു. ഇനി എല്ലായിടത്തും ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കാം. ഇനി നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൊന്ന് പറയണേ. കാച്ചിൽ നടുമ്പോഴത്തേക്കിന് ഞാൻ 2 ക്ലിപ്പിങ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു രീതി കാച്ചിൽ നടുന്നു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നും കൂടെ രീതിയിൽ, അതായത് 2 കാച്ചിലിൻ്റെ വിത്ത് നടുന്നത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചേമ്പും ഒക്കെ നട്ടത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറി ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ടിട്ട് ഒന്ന് സബ് ചെയ്യാനും പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ നിങ്ങൾ മറക്കല്ലോ കേട്ടോ. അപ്പോൾ വേറെ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ തന്നെ വരാം.